ഗ്രൂപ്പിസവും തമ്മിലടിയുമാണ് കൊല്ലത്ത് മുന്നണികളുടെ ഏറ്റവും വലിയ തലവേദന. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമടക്കമുള്ളവർ സീറ്റ് മോഹിച്ച് രംഗത്തുണ്ട്. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ UDFിലും BJPയിലും ഗ്രൂപ്പ് തർക്കമാണ്. രണ്ടായിരത്തിലാണ് നഗരസഭയിൽ നിന്ന് കൊല്ലം കോർപ്പറേഷനിലേക്ക് മാറിയത്. അന്നു തൊട്ട് ഇങ്ങോട്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും LDF ആണ് കോർപ്പറേഷൻ്റെ ഭരണം കൈയാളിയത്. 2020 തെരഞ്ഞെടുപ്പിൽ 39 സീറ്റുകൾ നേടിയാണ് LDF അധികാരത്തിൽ വന്നത്. അതിനുശേഷം ഒരംഗം മരണപ്പെട്ടു. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് നഷ്ടമായെങ്കിൽ പോലും ഇപ്പോൾ LDFന് 38 സീറ്റുകളുണ്ട്. 4 സീറ്റുള്ള RSPയും 6 സീറ്റുള്ള കോൺഗ്രസും അടക്കം 10 സീറ്റുകളാണ് UDFനുള്ളത്. BJPക്ക് 6 സീറ്റുകളുണ്ട്. SDP 1 സീറ്റിൽ വിജയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഏറെ മുന്നേ മുന്നണികളിൽ സീറ്റ് ചർച്ചകൾ സജീവമായിട്ടുണ്ട്. സീറ്റ് മോഹികൾ ഏറെയുണ്ട് മുന്നണികളിലെല്ലാം തന്നെ. ഏറ്റവും കൂടുതൽ സീറ്റ് മോഹികളുള്ളത് LDFിലാണ്, പ്രത്യേകിച്ച് CPMലാണ് എന്ന് പറയേണ്ടി വരും. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുതൽ പ്രാദേശിക നേതാക്കൾ വരെ സീറ്റിനായി നെട്ടോട്ടം ഓടുന്ന ഒരു അവസ്ഥയാണ് കൊല്ലത്ത് കാണാൻ സാധിക്കുന്നത്. എല്ലാവരുടെയും ലക്ഷ്യം ജയിച്ചു കഴിഞ്ഞാൽ മേയർ കുപ്പായം എന്നുള്ളതാണ്. സീറ്റ് മോഹികളെ തട്ടി നടക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കൊല്ലത്തെ UDF, പ്രത്യേകിച്ച് കോൺഗ്രസ്. സീറ്റിൻ്റെ പേരിൽ ഗ്രൂപ്പിസവും തമ്മിൽ തല്ലും കുതുകാൽവെട്ടും എല്ലാം തന്നെ ഇപ്പോൾ പതിവ് പോലെ കോൺഗ്രസിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം അടിയന്തരമായി പരിഹരിക്കണമെന്ന് RSP സംസ്ഥാന നേതൃത്വം ഇടപെട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. കോർപ്പറേഷൻ ഭരണം പിടിക്കുക, അതിലൂടെ കൊല്ലത്ത് BJPക്ക് ഒരു മേയറെ സൃഷ്ടിക്കുക, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കൊല്ലത്ത് BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ നിർമ്മാണം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ആ കെട്ടിടത്തിനുള്ളിൽ കൊല്ലം മേയർക്ക് ഒരു പ്രത്യേക മുറി തന്നെയുണ്ട്. പക്ഷേ 6 സീറ്റിൽ നിന്ന് ഭരണം പിടിക്കുന്ന അവസ്ഥയിലേക്ക് BJP എത്തിപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയമുണ്ട്. കാരണം നേതാക്കൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ, ഗ്രൂപ്പിസം, അതെല്ലാം കൊല്ലത്ത് BJPക്ക് തലവേദനയാണ്. LDFിൻ്റെ പ്രവർത്തന മികവും സ്ഥാനാർത്ഥികളുടെ മേന്മയും മാത്രമായിരുന്നില്ല മുൻകാലങ്ങളിലെ അവരുടെ വിജയത്തിന് പ്രധാന ഘടകമായത്. UDFിലെ തമ്മിലടി ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് അന്ന് LDFിനാണ്. ഇപ്പോഴും തമ്മിലടിക്ക് ഒരു കുറവുമില്ല. കഴിഞ്ഞ തവണ തന്നെ 10ലധികം സീറ്റുകളാണ് ഗ്രൂപ്പിസം മൂലം, അസ്വാരസ്യങ്ങൾ മൂലം UDF കളഞ്ഞു കുളിച്ചത്. ഇത്തവണയും ആ സ്ഥിതി തുടരുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, കോർപ്പറേഷൻ ഭരണം എന്നത് UDFന് സ്വപ്നമായി തന്നെ തുടരും. LDFിന് പ്രശ്നങ്ങൾ ഏറെയാണ്. LDFിൽ ഒട്ടേറെ നേതാക്കന്മാർ മേയർ കുപ്പായം ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ LDFിൽ പ്രത്യേകിച്ച് CPMലും ഗ്രൂപ്പിസം വളരെ ശക്തമായി തന്നെ നിലവിലുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ കൊല്ലം കോർപ്പറേഷനിലെ ജയപരാജയങ്ങൾ ഇപ്പോൾ പ്രവചിക്കുക അസാധ്യമാണ്.